എടാ അന്തോനി, എടാ എടാ നിന്റെ കുഞ്ഞു മരിച്ചതില് ഈ ചാക്കുണ്ണിക്ക് സങ്കടമുണ്ട്. എന്തായിരുന്നു പത്രാസ്, ആനയും അമ്പാരിയും പലരും കൊണ്ടടാ. എടാ അഹങ്കാരം കുറച്ചു വേണമായിരുന്നു. ആലപ്പുഴയിൽ നിന്നും കരിമീൻ കൊണ്ടുവന്ന് കല്യാണം പൊടിപൊടിക്കുവന്ന്, എന്നിട്ട് നടന്നല്ലോ. നിന്റെ മൂത്ത മകളെ കന്യാസ്ത്രീയാക്കാൻ വിടാതെ കെട്ടിച്ചയച്ചു വിടാൻ നോക്കിയതിന്റെ ശിക്ഷയാടാ ഇത്. ശിക്ഷ ഇനിയും നീ അനുഭവിക്കും. എടാ കുലദ്രോഹി, നിന്നെ ഞാൻ ഇന്ന് നിന്റെ അവസാനമാ. കുറെ നാളായി നീ എന്നെ തകർക്കുന്നു. ഇന്ന് നിന്നെ കൊല്ലൂടാ. എടി പിടിവിടാൻ. ഇങ്ങോട്ട് വിടടി. ഞാനും കരുതി തന്നെയാ വരവാടാ. ഇത് കണ്ടോ, മലപ്പുറം കത്തി. ഇങ്ങോട്ട് വാടാ, നമുക്ക് നോക്കാടാ. വിടാൻ. ഇതൊരു മരണ വീടാണ്. ഞങ്ങളുടെ ചങ്ക ഇവിടുന്ന് പോയത്. ഇനിയെങ്കിലും ഞങ്ങളെ സ്വസ്ഥമായിട്ടൊന്ന് വീട്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. റോസക്കൊച്ചു പറഞ്ഞാൽ ഈ ചാക്കുണ്ണി കേൾക്കും. അവര് ജീവിക്കട്ടെടാ, ജീവിക്കട്ടെ. വാടാ, പോയാ വാ. നിന്നെ ധ്യാനിച്ചും പൂജിച്ചും ഈ വീട്ടിൽ തന്നെ ഞാൻ കഴിഞ്ഞോളാം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്നെ എത്ര നാൾ മുമ്പേ ഞാൻ സ്വന്തമാക്കി. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ ഇഷ്ടവും എന്റെ സന്തോഷവും മാത്രമേ അപ്പൻ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവ ഇഷ്ടം എന്തെന്ന് ഞാൻ ചിന്തിച്ചില്ല, ചെവി കൊണ്ടില്ല. ഒടുവിൽ അഹങ്കാരിയായ എന്നെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചു. എന്റെ ത്രേസ്യമോളുടെ വേർപാട് എന്റെ കണ്ണ് തുറപ്പിച്ചു. തെറ്റിപ്പോയപ്പന് എന്റെ മോള് മടത്തി പോയിക്കൊള്ളു. ഈ അപ്പൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ മൂത്ത മകളെ കന്യാസ്ത്രീയാക്കാൻ വിടാതെ കെട്ടിച്ചയച്ചു വിടാൻ നോക്കിയതിന്റെ ശിക്ഷയാടാ ഇത്. ശിക്ഷ ആരാ അത്? ആരാ? അയ്യോ അന്തോനി, അകത്തോട്ട് കയറി. അവന്റെ കൈ ഇരിക്കുന്നത് വാളാ. വാ. പോകരുത്. അയ്യോ അരുത് അന്തോനി, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അന്തോനിയെ. ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാപ്പ് ചോദിക്കുന്നു.
ഇതാ എന്റെ ഗർവ്, അഹങ്കാരം, ധനമോഹം, പ്രൗഢി എല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഞാനോ എന്റെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ ചാക്കുണ്ണിയെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ശപിക്കരുത്. എന്റെ മക്കളെ അനുഗ്രഹിക്കണം. മാപ്പ്